നമസ്കാരം. ബദ്ധശത്രുക്കളും സ്ഥിരം എതിരാളികളുമായ ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്ക പറയുന്ന ഏത് കാര്യവും അനുസരിച്ച് ശീലം മാത്രമുള്ള ഇസ്രയേൽ അങ്ങനെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ പറത്തിയത് 200ഓളം ഇസ്രയേലി പോർ വിമാനങ്ങൾ ഇറാനിലേക്ക്. അമേരിക്കൻ നിർമ്മിത F-35, F-15, F-16 എന്നീ യുദ്ധവിമാനങ്ങൾ. ഇസ്രയേലിൻ്റെ വ്യോമശക്തിയുടെ 50% വരുന്നത്. ഈ വിമാനങ്ങൾ ജോർദാൻ, സിറിയ, ഇറാഖ് വഴി പറന്നു എന്നാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. ഈ ദൗത്യത്തിൽ ഇസ്രയേൽ വിമാനങ്ങൾ ഇറാനിൽ പ്രയോഗിച്ചത് 320 ബോംബുകളാണ്. ദൗത്യം കൃത്യമായി നിറവേറ്റി കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ 5 ആണവ കേന്ദ്രങ്ങൾ, 6 കേന്ദ്രങ്ങളെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ആണവ ബേസുകൾ ഒക്കെ തകർന്നു. ആണവായുധ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന് ഇസ്രായേൽ ആരോപണം ഉന്നയിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് ഈ ആക്രമണം. ഇതോടെ വ്യക്തമാകുന്നു ഇസ്രായേലിന് മാത്രമായി ഇത്തരം ആക്രമണം പൊടുന്നതിന് ചെയ്യാനാകില്ലെന്നും അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് അവർക്കുണ്ടെന്നും. ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇറാൻ്റെ ഉന്നത സൈനിക മേധാവിമാരും ആണവ ശാസ്ത്രജ്ഞരും ഒക്കെ അടക്കം 100 കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. ആദ്യമായി കാമിക്കാസെ ചാവേ ഡ്രോണുകൾ ഇറാനിലെ മിസൈൽ ലോഞ്ചുകളിലേക്ക് ഇടിച്ചിറക്കിയായിരുന്നു ഇസ്രയേലിൻ്റെ ഒരാക്രമണം. രണ്ടാമതായി ഇറാനിലേക്ക് ഇസ്രയേൽ രഹസ്യമായി കടത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ഇതിനുശേഷമാണ് ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തി കടന്നത്. മൂന്നാമതായി ഇറാൻ്റെ ആൻറ്റി എയർക്രാഫ്റ്റ് സെൻറ്റർ, ഇറാൻ്റെ പ്രധാനപ്പെട്ട ആ വിമാനങ്ങളെ തടയിടാനുള്ള ആൻറ്റി എയർക്രാഫ്റ്റ് സെൻറ്റർ ഇസ്രയേൽ മിസൈലുകൾ വിക്ഷേപിച്ച് തകർക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രയേലി വിമാനങ്ങൾ കൃത്യമായ ദൗത്യം നിറവേറ്റി തിരികെ വന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ 1-2 F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ നഷ്ടം വലുതാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ വലംകൈയായ 3 സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ ഒരൊറ്റ ദൗത്യത്തിലൂടെ ഇല്ലാതാക്കിയത്. എടുത്തു പറഞ്ഞാൽ ഇറാൻ്റെ ടോപ്പ് സൈനിക ശൃംഖല തകർത്തു. ഇസ്രായേലി പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്ക അങ്ങനെ ഒരു യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്നു. ഇതിന് പിന്നാലെ ഇറാൻ്റെ പ്രധാനപ്പെട്ട നഥാൻ ന്യൂക്ലിയർ ഫെസിലിറ്റി അടക്കം ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തത്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ, ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രമായ ഇസ്ഫഹാൻ, ടഗ്രീസ്, മിസൈൽ ബേസായ കർമൻഷാ, ഇറാൻ്റെ മറ്റൊരു ന്യൂക്ലിയർ കോംപ്ലക്സായ അരാഖ് എന്നിവയിലാണ് ഇസ്രായേലി പോർ വിമാനങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. തിരികെ ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ഇപ്പോൾ ഇസ്രായേലിൽ, ടെലവീവിൽ, ജെറുസലേമിലുമൊക്കെ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടി, ഒരിക്കലും പൊറുക്കാനാകാത്ത തിരിച്ചടി എന്നാണ് ഇറാൻ ഈ തിരിച്ചടിയെ വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ഏത് നിമിഷവും ഒരു ന്യൂക്ലിയർ ബോംബുണ്ടാക്കുമെന്നും അതിൽ നിന്നും അവരെ തടയുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ന്യായീകരണം. ഗാസ പിടിച്ചടക്കാൻ പലസ്തീനിലേക്ക് നടത്തിയിരുന്ന കൂട്ടക്കൊല ഏതാണ്ട് അവസാനിക്കാറായി. ഇനി പലസ്തീനിൽ അവശേഷിക്കുന്നത് വിരലെണ്ണാവുന്ന ജനക്കൂട്ടം മാത്രം. അപ്പോഴാണ് ചോരക്കൊതി മാറാത്ത ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിലേക്ക്, ഇറാനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ആ ലഹരിയിലാണ് ഇറാനിലെ നിരപരാധികളെ ജനങ്ങളെ അടക്കം കൊന്നൊടുക്കിയത്. എന്നിട്ട് പറയുന്ന ന്യായം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയാണ് തങ്ങളുടെ മിസൈലുകൾ, വിമാനങ്ങൾ ലക്ഷ്യമിട്ടതെന്ന്. ഇറാനെതിരായ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഡൊണാൾഡ് ട്രംപിന് അറിയാമായിരുന്നു. അതാണിപ്പോൾ ലോകത്തുയർന്ന ചോദ്യം. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ് US. എന്നാൽ ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ഇറാനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് ചർച്ചയുടെ ടേബിളിലേക്ക് തിരികെ വരാനാണ്. ആണവായുധ നിരായുധീകരണ പ്രോഗ്രാം ഇറാൻ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും US ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ കൂടുതൽ അതിക്രൂരമായ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇതോടെ വെസ്റ്റ് ഏഷ്യയിൽ ട്രംപിൻ്റെ റോൾ എന്തെന്ന് വീണ്ടും വ്യക്തമാകുന്നു. ഇറാൻ്റെ സൈനിക, രാഷ്ട്രീയ, ന്യൂക്ലിയർ നേതൃത്വങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഇറാൻ്റെ ഡ്രോണുകളാകട്ടെ തിരികെ ആക്രമിച്ചത് ജെറുസലേമിലും ടെലവീവിലും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ. ഇസ്രായേൽ ലക്ഷ്യമിട്ടതുപോലെ തന്നെ IRGCയുടെ തലവനെ തന്നെ നാമാവശേഷമാക്കി ഇസ്രായേൽ സേന. ഇറാനിലെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഏറെക്കാലമായി ഒരു വലിയ തലവേദനയായിരുന്നു ഹുസൈൻ സലാമി. ഇത് ഇറാനി ഗാർഡ് ഫോഴ്സിൻ്റെ തലവൻ ജനറൽ മുഹമ്മദ് ബഗേരി.
അടുത്തത് ഡെപ്യൂട്ടി കമാൻഡർ മേജർ ജനറൽ ഗുലാം അലി റഷീദ്. ഈ 3 പേരെയുമാണ് ഇറാൻ്റെ ടോപ്പ് സൈനിക നേതൃത്വത്തിൽ നിന്നും ഇസ്രായേൽ നാമാവശേഷമാക്കിയത്. ഇതോടെ ഇറാനിയൻ സൈനിക നേതൃത്വത്തിൽ വലിയൊരു വിള്ളൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം അലി സംഹാനി, അതും ഇസ്രായേൽ അങ്ങ് തീർത്തു. അയത്തുള്ള ഖൊമേനിയുടെ വലങ്കൈയായിരുന്നു. ഇത് ഖൊമേനിക്കുള്ള മുന്നറിയിപ്പായാണ് ഇസ്രായേൽ കരുതുന്നത്. ഇതിനൊപ്പമാണ് ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് തകർത്തെറിഞ്ഞത്. ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി തന്നെ തകിടം മറിഞ്ഞിരിക്കുന്നു. 6 ഇറാനിയൻ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം ഇറാൻ്റെ പ്രതിരോധ വിഭാഗത്തിലെ വീഴ്ചകളും പാളിച്ചകളുമാണ് വീണ്ടും ഒന്നുകൂടി ഇസ്രായേൽ ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇറാനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികാര നടപടി സ്വീകരിക്കരുതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ആക്രമണങ്ങൾ ഇറാൻ്റെ പരമാധികാരത്തിന്മേലുള്ള ലംഘനമാണെന്നാണ് സൗദി അറേബ്യ അപലപിച്ചത്. തുർക്കി, ഒമാൻ, ഖത്തർ, റഷ്യ, ചൈന, പിന്നെ ഇന്ത്യ, അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഈ നടപടി ഖേദകരമാണെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സൈനിക നടപടി ഖേദകരമാണെന്ന് ജപ്പാനും പറഞ്ഞു. ഇറാൻ്റെ പിന്തുണയുള്ള ഹമാസും യമനിലെ ഹൂതികളുമൊക്കെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആർമി വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അത് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. ഇസ്രായേലിനേക്കാൾ സൈനികരുണ്ട് ഇറാൻ്റെ പക്കൽ. പിന്നെ 25 സബ്മറീനുകൾ. ഇസ്രായേലിന് 1300 ആയുധ ടാങ്കുകളുള്ളപ്പോൾ ഇറാനുണ്ട് 1700 അത്യാധുനിക യുദ്ധ ടാങ്കുകൾ. ഇസ്രായേലിന് അമേരിക്കൻ F-35, F-15, F-16 അടക്കം 611 യുദ്ധവിമാനങ്ങളുണ്ടെങ്കിൽ ഇറാനുണ്ട് 550 എണ്ണം. ഇറാന് വേണ്ടി യമനിലെ ഹൂതികളും ലബനനിലെ ഹിസ്ബുള്ളയും ഇറാനോട് കൂറുള്ള ഇറാഖി മിലിഷ്യയുമൊക്കെ ഇസ്രായേലിനെതിരെ പ്രതികരിക്കാനിറങ്ങുമെന്നതിൽ ഒരു സംശയമില്ല. ഇറാന് റെഡ് സീയിലെ അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതം വരെ തടയാനുള്ള കെൽപ്പുണ്ട്, ശേഷിയുണ്ട്. അങ്ങനെ വന്നാൽ വെസ്റ്റ് ഏഷ്യ കൂടുതൽ സംഘർഷഭരിതമാകും.